ഗൈസ് നമസ്കാരം, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. BASLPയുടെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളാണ് റിസീവ് ചെയ്യുന്നത്. അതായത് നമ്മൾ BASLP MSc ഓഡിയോളജി ചെയ്യുന്ന ആഴ്ചയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തതിന് ശേഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്നത്, സാറേ ഞങ്ങൾക്ക് ഏകദേശം ഇത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ BASLP എന്ന് പറയുന്ന കോഴ്സ് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസിലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ BASLP കുറച്ച് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു 95% മാർക്ക് ഉണ്ടെങ്കിലേ കേരളത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് BASLPക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ളതൊന്ന് ചെക്ക് ഔട്ട് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസിലി പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. LBS ആണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ LBSൻ്റെ സൈറ്റിൽ തന്നെ ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. LBS ലാസ്റ്റ് അലോട്ടഡ് ലിസ്റ്റ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരും? LBSൻ്റെ സൈറ്റ് വരും. അപ്പോൾ ഇതിൽ കൊടുത്തത് കണ്ടിട്ടുണ്ടോ? അതായത് അഡ്മിഷൻ ഫോർ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് 2025 ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിങ്കാണ് ഈ കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് ഈ ലിങ്കിൽ നോക്കി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലിങ്കിൽ കയറുക. ഇവിടെ കോഴ്സസ് ഉണ്ട്. ഇവിടെ കേരളത്തിലുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഈസിലി നോക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന കോഴ്സ് ക്ലിക്ക് ചെയ്യുക, കോളേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ കോളേജുകളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിൽ AWH ഉണ്ട്, ബേബി മെമ്മോറിയൽ ഉണ്ട്, മാർത്തോം ഉണ്ട്, ഐക്കോൺസ് ഉണ്ട്. ഐക്കോൺസ് തന്നെ മെറിറ്റും ഉണ്ട്, NRI കോട്ടയുണ്ട്. അതുപോലെ തന്നെ നിഷ് ഉണ്ട്, നിഷ് തന്നെ NRI കോട്ടയുണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6ഓളം കോളേജുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ബേബിയുടെ ഒരു കാര്യം നോക്കാം. ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കോളേജാണല്ലോ. അപ്പോൾ ബേബി മെമ്മോറിയൽ എന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു കോളേജാണ്. ബേബി മെമ്മോറിയൽ എടുത്തു. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 10ഓളം സീറ്റുകളാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സീറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളത് ഫാത്തിമ ഫിദ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇവരുടെ കോട്ട വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അലോട്ട്മെന്റ് വരുന്നത് 4ാമത്തെ അലോട്ട്മെന്റിലാണ്. ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 300-ൽ 300 ആണ്. അപ്പോൾ 300-ൽ 300 എന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് 100% മാർക്കുള്ള കുട്ടിക്കാണ് BASLP കിട്ടിയിട്ടുള്ളത്. ഇവരുടെ കേരള സ്റ്റേറ്റ് മെറിറ്റ് വരുന്നത് 31 ആണ്. അപ്പോൾ ഇവർ ഇങ്ങോട്ടേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് 25,000 രൂപ ഫീസ് അടച്ചു അഡ്മിറ്റഡ് ആയി ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മറ്റുള്ള കുട്ടികൾ. ഇതിപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ഏകദേശം 1, 2, 3 മൊത്തത്തിൽ ഒരു 6ഓളം കുട്ടികൾ സ്റ്റേറ്റ് മെറിറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇതിൽ 1, 2, 3 കുട്ടികൾ 299.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണ്. അതായത് 300-ൽ, അതായത് ഏകദേശം 100% തന്നെ. ഇനി 973 ആണ് ഇവരുടെ റാങ്ക് വരുന്നത്. 979 ആണ് ഇവരുടെ റാങ്ക് വരുന്നത്. ഇത് മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണ്, ഹന നസ്രീൻ. അപ്പോൾ ഇവരുടെ 7ാമത്തെ അലോട്ട്മെന്റിലാണ് കയറിയിട്ടുള്ളത്. 298, 1440 ഇവരുടെ സ്റ്റേറ്റ് റാങ്ക്. ഇത് കമ്മ്യൂണിറ്റി മുസ്ലിം റാങ്കിൽ 590 വരെ കയറിയിട്ടുണ്ട്. ഇത് ഈഴവ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാം, അലോട്ട്മെന്റ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് ഒരു ക്രോസ് ചെക്ക് വാല്യുവേഷൻ ചെയ്ത് നോക്കാം. കാരണം കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് എപ്പോഴും മാറും. ചിലപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ചെറിയൊരു മാറ്റം വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലസ് ടു റിസൾട്ടിൽ മാർക്കുള്ള കുട്ടികളെ പോലെ ആവില്ല ഇപ്രാവശ്യത്തെ മാർക്ക്. നമ്പർ ഓഫ് മാർക്കുള്ള കുട്ടികൾ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇനി അടുത്തത് ഈ സെയിം കോഴ്സ് നമുക്ക് വേറൊരു കോളേജും കൂടി നോക്കാം. ഇനിയിപ്പോൾ നിഷ് നോക്കാം. നിഷ് തിരുവനന്തപുരത്തിൽ മെറിറ്റ് ബേസ് ചെയ്തിട്ട് എത്ര പിള്ളേർ കയറിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിഷിൽ കയറിയിട്ടുള്ളത് ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ 300-ൽ 300 മാർക്കുള്ള കുട്ടികളാണ് 6ാമത്തെ അലോട്ട്മെന്റ് വരെ കയറിയിട്ടുള്ളത്. പിന്നെയുള്ള 6 മുതൽ 7, 8, 9, 10, 11 വരെ 10 വരെയുള്ള അലോട്ട്മെന്റ് എന്താണ് 6ാമത്തെ അലോട്ട്മെന്റ് വരെ കയറിയിട്ട് പിന്നീട് വരുന്നത് നോക്കുന്ന സമയത്ത് 299.17. ഇതൊക്കെയാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നത്. ഇത് അലോട്ട്മെന്റ് ചെയ്തത് 7ാമത്തെ അലോട്ട്മെന്റിലാണ് കയറിയിട്ടുള്ളത്. നിഷിന്റെ ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ 9ാമത്തെ അലോട്ട്മെന്റിൽ വരെ കയറിയിട്ട് 297 വരെ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം മെറിറ്റ് 2100 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണാം 26ഓളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിഷിൽ അലോട്ട് ആയിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കോളേജുകളുടെ ഡീറ്റെയിൽസും നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക.
ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇപ്പോൾ പല കുട്ടികളും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ്, സാറേ ഞങ്ങൾ ഇന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തു, പക്ഷേ കേരളത്തിൽ LBS കിട്ടി. ആ കോളേജിൽ നമ്മൾ ഇത്ര എമൗണ്ട് പേയ്മെന്റ് കൊടുത്തു, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു, പക്ഷേ LBS അലോട്ട്മെന്റ് കിട്ടി. അപ്പോൾ എടുത്ത സമയത്ത് കോളേജുകാരോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ സഹായിച്ചവരോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് LBS കിട്ടില്ല, എത്ര സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ പറയുന്ന ആൾക്കാർക്ക് ഇവരുടെ കാറ്റഗറിയോ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ പറ്റി പഠിച്ചില്ല, അല്ലെങ്കിൽ നമ്മളിത് നല്ല രീതിയിൽ അന്വേഷിച്ചില്ല. അപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് റിസീവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്നെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.